ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഹോണറ്റാണ് വണ്ടി. നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഹെഡ് ഡീകാർബണൈസ് ചെയ്യണം. അതായത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോർക്ക് ഫ്രണ്ട് ഷോക്ക് അബ്സർ ലീക്ക് ഉണ്ട്. ജനറലായിട്ട് സർവീസ് ചെയ്യുക. കോൺസെറ്റ് ചെക്ക് ചെയ്യുക. കോൺസെറ്റ് ചെറിയ അടി കാണിക്കുന്നുണ്ട്. നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ഓൾറെഡി അടിയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ആ എഞ്ചിൻ സൗണ്ടിന് വേണ്ടിയിട്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്, സൗണ്ട് ചെക്ക് ചെയ്യാനും അത് റിപ്പയറിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ നിലവിൽ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ ശരിക്കും പറ്റിയതെന്ന് വെച്ചാൽ അതിൻ്റെ വാൽവാണ് ഡാമേജ് വന്നത് കേട്ടോ. വാൽവ് ഗൈഡ് കംപ്ലൈൻ്റ് ആണ്. ഈ വാൽവുമ്മേ വന്നിട്ട് റോക്കർ സെറ്റ് അടിച്ചടിച്ച് ഇവിടെ സ്റ്റെപ്പ് പോലെ ആയിപ്പോയി. അതേപോലെ തന്നെ ഒരു ഗൈഡും പോയിട്ടുണ്ടാവും. അത് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ലേത്തി കൊടുത്തത് ഡ്രിൽ ചെയ്തിട്ട് വേണം. വാൽവ് എന്തെങ്കിലും മാറ്റേണ്ടി വരും. അതിനുശേഷം ഡ്രിൽ ചെയ്ത് ഗൈഡും അടിച്ചിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 വാൽവ് മാറ്റണം. മിക്കവാറും എക്സോസ്റ്റ് ഗൈഡ് എന്തെങ്കിലും പോയിട്ടുണ്ടാവും. ഈ ഇൻലെറ്റ് ഗൈഡ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അതുകൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ നമുക്കിത് ഈ വരുന്ന ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ്ങിന് പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അത് കൈയോടെ നമുക്ക് ഈ ക്യാം ഷാഫ്റ്റിന് കംപ്ലയിൻ്റ് ഇല്ല, ബെയറിങ് മാത്രമാണ് പ്രശ്നമുള്ളൂ. ഈ ഒരു ബെയറിങ്ങാണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ ആ 2 ബെയറിങ് നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ എപ്പോഴും നമുക്ക് അഴിക്കൽ നടക്കില്ല. ആ ചെയ്യുന്ന കൂട്ടത്തിലാണ് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഈ ക്യാം ചെയിൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതും നമ്മുടെ ഈ സാധാരണ ചെയിൻ സ്പോക്കറ്റ് പോലെ തന്നെ വന്ന ചെയിനാണത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് അത് ലൂസ് ആവണതിൻ്റെ അനുസരിച്ചിട്ട് ടെൻഷനർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റിങ് കപ്പാസിറ്റി തീരും. അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിപ്പോൾ അഴിച്ചു മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പം എന്തെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും ഭാഗം അഴിച്ചേക്കണത് കൊണ്ട് നമുക്കത് അഴിച്ചു മാറ്റാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തിൽ കൂടെ നമ്മൾ അതും കൂടിയും ഉൾപ്പെടുത്തി ചെയ്തു പോകുന്നുണ്ട്. അത് എപ്പോഴേലും നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ കൂടെയൊക്കെയാണ് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ സിലിണ്ടർ പിസ്റ്റൺ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കാണുന്നില്ല. തേയ്മാനം ചെറുതായിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്ര ഒരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പിസ്റ്റണിൻ്റെ ഇവിടെ ടോപ്പ് സൈഡിൽ കിടക്കണ ഇതിനെയാണ് റിങ്സ് എന്ന് പറയാം. ആ റിങ്സ് മാത്രം നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം. റിങ്സ് സ്റ്റാൻഡേർഡ് റിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അത് മേടിച്ച് നമുക്ക് മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ റിങ്സിൻ്റെയൊക്കെ വൈപ്പിങ്ങും കംപ്രഷനൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ പിന്നെ പ്രോബ്ലം ഉണ്ടാവില്ല. സാധാരണ സിലിണ്ടർ പിസ്റ്റണൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇപ്പോൾ സിലിണ്ടർ കിറ്റ് മാത്രം ഏകദേശം ഒരു 4800 രൂപയ്ക്കാണ് സിലിണ്ടർ കിറ്റിന് തന്നെ കേട്ടോ. 4750 4800 അങ്ങനെ എന്തോ റേഞ്ച് വരുന്നുണ്ട്. ഇതിനകത്ത് നോക്കുമ്പോൾ ചെറിയ തേയ്മാനം കാണാനായിട്ട് പറ്റും. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റണമെന്നില്ല. റിങ്സ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് സോൾവ് ആയിക്കോളും. അത്രയാണ് നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ആ സൗണ്ടുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് എഞ്ചിൻ ഹെഡ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമ്മൾ മാറ്റിയിടുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ എന്തെങ്കിലും മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. ഹെഡ് റോളിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സെക്ഷൻ കൂടി കൊണ്ട് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടും. നമുക്ക് ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ഡാമറോണിൻ്റെ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 8.75. അപ്പോൾ വോൾട്ട് ഒരല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും 8.5 വോൾട്ടിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 8.5 താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം അതിൻ്റെ ഒരു ബോർഡർ ലൈൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മുടെ ബാറ്ററി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കംപ്ലയിൻ്റ് ആണെന്നല്ല, പക്ഷേ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. കംപ്ലയിൻറ്റ് വന്നിട്ട് മാറ്റിയാൽ മതി. ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബ്രേക്ക് പാഡ് സെറ്റൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ലെവൽ കുറവുള്ളതൊക്കെ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തിടാം. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ കുറച്ച് വർക്കുകളുണ്ട്. അതായത് ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാൽ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് സൈഡ് 2 കംപ്ലയിൻ്റ് ഉണ്ട്. ഒന്ന് നമുക്ക് ഫോർക്കിൻ്റെ കംപ്ലയിൻറ്റ്, ഫോർക്ക് ഓയിൽ സീൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പുറമേ നിന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന ഭാഗം ഡസ്റ്റസ് ഗ്യാപ്പ് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഇവിടെ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ദിവസം നമ്മൾ ചെക്ക് ചെയ്യണേ. അങ്ങനെ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണാനില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഓയിൽ സീൽ മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ അഴിക്കണത്. ആ രീതിയിലാണ് എസ്റ്റിമേറ്റ് ഇടണേ. പക്ഷേ ചില കേസിൽ നമ്മൾ വണ്ടിയുടെ ഫോർക്കിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റാത്തത് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് കറക്റ്റ് ഓയിൽ സീൽ വന്ന് നിൽക്കുന്ന ഭാഗത്ത് പ്ലേറ്റിങ് കംപ്ലീറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അത് അഴിച്ച് നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൈപ്പ് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അത് അഴിച്ച് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റും അഡീഷണൽ എസ്റ്റിമേറ്റായിട്ട് ഞാൻ പറയാം. അതിൻ്റെ വീഡിയോസും കൃത്യമായിട്ട് ഇട്ട് തരാം. പിന്നെ കോൺസെറ്റ് അടിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രണ്ട് അഴിക്കുമ്പോൾ നമുക്കത് മാറ്റി കളയണം. കാരണം ഇവിടെ ഹാൻഡിലിൻ്റെ സൈഡിലുള്ള 2 ബെയറിങ്ങാണ്. ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ്ങാണ് ഈ കോൺസെറ്റ് എന്ന് പറയുന്നത്. അതെന്തെങ്കിലും കൂട്ടത്തിൽ എന്തെങ്കിലും മാറ്റിയിടാം. എന്തെങ്കിലും അടിയുണ്ട്, ടൈറ്റ് ചെയ്യാൻ നോക്കിയാൽ ഹാൻഡിൽ ടൈറ്റ് ആവണമുണ്ട്. അപ്പോൾ അതും കൂടിയും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന വർക്കുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം.
കോൺസെപ്റ്റ് മാറുന്നത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫോർക്കിൻ്റെ ഓയിൽ സീൽ മാറ്റണത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയാണ്. ഫോർക്ക് പൈപ്പിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന എസ്റ്റിമേറ്റ് എമൗണ്ടിൽ വ്യത്യാസം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അഡീഷണൽ എസ്റ്റിമേറ്റ് പറയാം. അത് അയച്ചതിന് ശേഷമാണ് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എൻജിൻ ഹെഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത് ലെയ്ത്ത് വർക്ക് വന്ന കേസാണ്. ഈ 2 ഐറ്റം ലെയ്ത്ത് വർക്ക് വരും. അതായത് ക്യാം ഷാഫ്റ്റിൻ്റെ 2 സൈഡ് ബെയറിംഗ് നമുക്ക് മാറ്റണം. ഹെഡിൻ്റെ 2 വാൽവും അതിൻ്റെ ഗൈഡ് സെറ്റ് മാറ്റണം. റോക്രാമിന് ഇവിടെ നോക്കുമ്പോൾ വലിയ പ്രോബ്ലം കാണുന്നില്ല. അത് ജസ്റ്റ് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടൊന്ന് കയറ്റിയിടാം. അത് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ഇതോരനാണ് ചെറിയൊരു അടി കിട്ടിയാണ്. അത് ഗ്രൈൻഡ് ചെയ്താൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതോരനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിച്ച് മാറ്റി എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ആ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആ ചെയിൻ ഉണ്ടല്ലോ, ക്യാം ചെയിൻ എന്ന് പറഞ്ഞാൽ ആ ചെയിനും അതിൻ്റെ ടെൻഷനർ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ പ്ലഗ് വരും, എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതടക്കമുള്ള ഡീറ്റെയിൽ എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത്. കാർബേറ്ററിൻ്റെ ഭാഗം തൽക്കാലം നമ്മൾ തുടങ്ങില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാർബേറ്റർ നമ്മൾ അഴിച്ച് ശരിക്കും എഞ്ചിൻ ഹെഡ് കഴിക്കുമ്പോൾ കാർബേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഈ കാർബേറ്റർ ഇപ്പോഴത്തെ സ്റ്റേജിൽ അഴിച്ചാലുള്ള പ്രശ്നം എന്തായിരിക്കും എന്ന് അറിയാമോ? ഒട്ടുമിക്ക നമുക്കിപ്പോൾ എത്തനോൾ മിക്സ് ആയിട്ടുള്ള പെട്രോളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അത് കിടന്ന് മിക്കവാറും ദ്രവിച്ച് ഒരവസ്ഥയിലായിരിക്കും കാർബേറ്റർ ഇരിക്കുക. നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും. അത് താഴേക്കടെ ഈ കറുത്ത പൈപ്പ് വഴി താഴേക്ക് പെട്രോൾ ചാടി പോകുന്ന കംപ്ലയിൻറ്റ് വരും. ആ വരാനുള്ള സാധ്യത 90%. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബേറ്റർ അസംബ്ലിയൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും. പിന്നെ എമൗണ്ട് കൂടുതലായിട്ട് വരും. അപ്പോൾ തൽക്കാലം എപ്പോഴായാലും ഈ പറഞ്ഞ കംപ്ലയിൻ്റൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റൊക്കെ എന്തായാലും വരും. കാരണം ഒട്ടുമിക്ക വണ്ടികൾക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് കാർബേറ്റർ മാറ്റി ഓൾറെഡി നമുക്ക് ത്രോട്ടിൽ ടൈപ്പിലേക്കൊക്കെ ആക്കിയാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് ഇപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നോക്കാം. ഇപ്പോഴത്തെ സ്റ്റേജിൽ എസ്റ്റിമേറ്റിൽ നമ്മൾ കാർബേറ്ററിൻ്റെ കേസ് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അതിനകത്ത് എഞ്ചിൻ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം എഞ്ചിൻ ഓയിൽ ഇനി ഏകദേശം ഒരു 200-220 കിലോമീറ്റർ കൂടിയാണ് ഓടാനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത് കയറ്റേണ്ട ആവശ്യമില്ല. കൂട്ടത്തിയുടെ എഞ്ചിൻ ഓയിലൊക്കെ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതിന് ശേഷം നമുക്ക് അപ്രൂവൽ കിട്ടിയാലാണ് ബാക്കിയത്തെ വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഹെഡിൻ്റെ വർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യണം. ഹെഡ് എന്തെങ്കിലും മേജറായിട്ടുള്ള പ്രോബ്ലമാണ്. കാരണം വെച്ചാൽ വാൽവിൻ്റെ സീറ്റിങ്ങൊക്കെ അടിച്ച വാൽവൊക്കെ ശരിക്കും നല്ല രീതിയിൽ ചടയൊക്കെ വേണമുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാം. ബാക്കിയത്തെ നിങ്ങൾ നോക്കിയതിന് ശേഷം ഫോർക്കിൻ്റെ കേസൊക്കെ എന്താ ചെയ്യേണ്ടത്, ഫോർക്ക് കോൺസെപ്റ്റിൻ്റെ കേസൊക്കെ എന്താ ചെയ്യേണ്ടത് നോക്കിയിട്ട് പറയാം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ അതിനകത്ത് ഇടുന്നത്. നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.